ഏറ്റവും അടുത്ത ഒരു ഒരു ചേട്ടന്റെ കല്യാണം ആൾക്കാർ നോക്കുമെന്ന് പറഞ്ഞിട്ട് പങ്കെടുക്കാതിരുന്ന ആളാണ്. ഏറ്റവും അടുത്തല്ല, സ്വന്തം ചേട്ടൻ്റെ. അത് ഞാൻ ആദ്യ സ്റ്റേജിൽ നിൽക്കുന്നത് ഇങ്ങനെയല്ല. ആദ്യ സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിൻ്റെ മിസ്റ്ററി ഉണ്ട്. ആദ്യ സ്റ്റേജിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ചാമുണ്ട്. സോ ആ ഒരു ഓൾട്ടർ ഈഗോയെ വർക്ക് ചെയ്യാൻ എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദാറ്റ് ഓൾട്ടർ പേഴ്സൺ, ദാറ്റ് ആദി? ഈസ് ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആദി ആൻഡ് ദാറ്റ് ആദി? ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ എന്നുള്ള ഇതിൽ ഞാൻ പറയുന്നതല്ലായിരിക്കും. നമ്മൾ അതുവരെ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കും, ബാക്ക് സ്റ്റേജിലുണ്ടാവും. അവിടെ കഴിഞ്ഞ് അപ്പോൾ കാണുന്ന ആദി ഈ സ്റ്റേജിൽ കാണുന്ന ആദി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു 240 ഡിഗ്രി എന്നൊക്കെ ഞാൻ വേണേൽ പറയും. അല്ല, അഭിനയമല്ല, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റൈലും ഒരു രീതിയുണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എറണാകുളത്ത് JT പാക്കിലെ ഷോ കേരളത്തിലെ ഏറ്റവും മികച്ച തിയേറ്ററാണ്. അപ്പോൾ ആദിയുടെ വൈഫ് ഷെറിൻ, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഷോസ് ആദിയുടെ കണ്ടിരിക്കുന്നത് ഷെറിനായിരിക്കും ഒരുപക്ഷെ. അപ്പോൾ ഷെറിൻ ഷോ കഴിഞ്ഞപ്പോൾ ആദിയോട് അങ്ങനെ നല്ലത് പറയാൻ വളരെ അപൂർവമാണ്. അപ്പോൾ എന്നോടും പറഞ്ഞു, ആദിയോടും പറഞ്ഞു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആദിയെ ഈ സ്റ്റേജിൽ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഷോ, അതെനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ നിർത്തിയ ലാസ്റ്റ് ഷോ അതായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് വൈകുന്നേരം കോതമംഗലത്ത് തുടങ്ങാൻ പോകുന്നത്. ഓരോ ഷോ കഴിയുമ്പോഴും അദ്ദേഹം, ഇപ്പോൾ ലാലേട്ടൻ, സിദ്ദിഖ് ലാലിലെ ലാൽ സാറ്, ലാൽ ജോസ് സാറ് എറണാകുളത്ത് രാജഗിരിയിലെ ഷോ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ഒരു വണ്ടർഫുൾ ആക്ടറാണ്. മനോഹരമായിട്ട് ആൾക്കാരെ ഒരു തിരക്കഥ ബൈഹാർട്ട് ചെയ്യുന്നതല്ല, മനോധർമ്മത്തിനനുസരിച്ച് തിരക്കഥയെ സബ് ലെയറേഴ്സിൽ കൊണ്ടുപോകുന്നു, എന്നിട്ട് അത് മനോഹരമായിട്ട് ആക്ട് ചെയ്യുന്നു. ആ ആക്ടിൽ ശരിക്കും ഇദ്ദേഹം, ലാൽജു സാറ് പറഞ്ഞു, ഞങ്ങൾ സിനിമ ചെയ്യുമ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് സാധിക്കാത്ത ചിരിയും കരച്ചിലുമാണല്ലോ നിങ്ങൾ ഈ 2.25 മണിക്കൂർ കൊണ്ട് സ്റ്റേജിൽ കൊടുക്കുന്നതെന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഈ ആക്ടിങ് എന്ന് പറയുന്നത് പഠിച്ച മറ്റു കാര്യങ്ങളെക്കാളൊക്കെ മീതെ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവനിങ്ങനെയൊക്കെ പറയും, എന്നിട്ട് അടുത്ത സിനിമയിലും ആസിഫ് തന്നെ ആയിരിക്കും. എനിക്ക് ഞാൻ കുറച്ചധികം ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്റ്റേജിൽ അത് ഉണ്ടാവില്ല. അതെങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും പണ്ടത്തെ അവരൊക്കെ ഞാൻ ഇതാണ് ചെയ്യുന്നതെന്ന് കാണുമ്പം അവർക്കത് വിശ്വസിക്കാൻ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ഏറ്റവും അടുത്ത ഒരു ഒരു ചേട്ടന്റെ കല്യാണം ആൾക്കാർ നോക്കുമെന്ന് പറഞ്ഞിട്ട് പങ്കെടുക്കാതിരുന്ന ആളാണ്. ഏറ്റവും അടുത്തല്ല, സ്വന്തം ചേട്ടൻ്റെ. അത് ഞാനൊന്ന് പോളിഷ്ഡായിട്ട് പറഞ്ഞതാ.